ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. 2021 അതിസുന്ദരമായ ഡൽഹി നഗരം. അവിടെ രണ്ട് സുഹൃത്തുക്കൾ അതിലൊരാളുടെ സഹോദരിയുടെ പിറന്നാളിന് ഒരു പ്രാങ്ക് നൽകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യസ്തമായ പ്രാങ്ക് നൽകാൻ വേണ്ടി അവരാദ്യം പോകുന്നത് ഒരു ന്യൂസ് പേപ്പർ ഓഫീസിലേക്കാണ്. ന്യൂസ് പേപ്പർ ഓഫീസിലെത്തിയ അവർ അഡ്വർടൈസിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രാങ്ക് വാർത്ത അതിൽ കൊടുക്കുന്നു. ഈ മൂന്ന് സുഹൃത്തുക്കളിൽ രണ്ടുപേർ സഹോദരി സഹോദരന്മാരാണ്. എന്നാൽ ഇവർ മൂന്നുപേരും ഒറ്റക്കെട്ടുമാണ്. അങ്ങനെ പിറന്നാൾ ദിവസം വരുന്നു, പിറന്നാൾ ആഘോഷിക്കപ്പെടുന്നു. അതേ ദിവസം തന്നെ ആ പത്രത്തിൽ ആ പ്രാങ്ക് വാർത്ത എത്തുന്നു. ഈ വാർത്ത കണ്ട് പ്രാങ്ക് വാർത്ത നൽകിയ സഹോദരനും സുഹൃത്തും സന്തോഷിക്കുന്നു. ഈ വാർത്ത കാണുന്ന പെൺകുട്ടിയും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സന്തോഷിക്കുന്നു. പിന്നീട് ഈ വാർത്ത ഭയങ്കരമായിട്ട് വൈറലൊക്കെ ആവുന്നുണ്ട്. ആ വാർത്തയാണ് 3 വർഷങ്ങൾക്കിപ്പുറം ഇന്നലെ റിപ്പോർട്ടർ ചാനൽ കൊടുത്തത്. വാർത്ത എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒരു ഫാക്ട് ചെക്ക് പോലും ചെയ്യാതെ പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് അങ്ങ് ഇട്ടേക്ക്, പിന്നീട് നൈസായിട്ട് ഡിലീറ്റ് ചെയ്ത്. പക്ഷേ ഈ വാർത്ത കണ്ട ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ കുറെ ആൾക്കാർ ഹാലിളകി, ഇതാണ് ഫെമിനിസം, ഇങ്ങനെയാണ് ഫെമിനിസം, ആണുങ്ങളുടെ ചോര കുടിക്കലാണ് ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ്, ഒരുത്തനാണെങ്കിൽ നോ സീൽ നോ ഡീൽ എന്നൊക്കെ പറഞ്ഞാണ് ഈ വാർത്ത സ്റ്റോറി ഇട്ടേക്ക്. മറ്റേ വിവരദോഷി അതിനെ എടുത്ത് ഒരു റീലാക്കി അവൻ്റെ അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തു. നമ്മൾക്ക് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടാൽ ആദ്യം എന്താണ് ചെയ്യുക? അതിൻ്റെ പിന്നിലുള്ള ഫാക്ട് എന്താണെന്ന് ചെക്ക് ചെയ്യും. പക്ഷേ ഇവന്മാരൊക്കെ ഫാക്ട് ചെക്ക് ചെയ്യത്തില്ല. ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. അതിനുള്ള ബുദ്ധി പോലും ഇവന്മാർക്കൊന്നും ഇല്ല. അതുകൊണ്ടാണ്